ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹൈറിച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും കുറച്ച് ഹൈറിച്ചിൻ്റെ കഫൻ തിന്ന ലീഡർമാർ പുതിയ ഗ്രൂപ്പുകൾ കഫൻ തീനികൾ എല്ലാം കൂടി തന്നെ പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് ഹൈറിച്ച് ലീഡേഴ്സ് ഗ്രൗണ്ട് നമ്പർ 2 എന്ന് പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതിൽ ഇട്ട ഒരു വോയിസ് എനിക്ക് ഒരാൾ അയച്ചു തന്നു. അത് ഒരുപക്ഷെ അത് എന്നെക്കുറിച്ചാണെങ്കിൽ ആ പുന്നാര മോന് ഉള്ള മറുപടി കൂടിയാണ്. എന്തായാലും മോനെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മാത്രമേ അറിയൂ. അപ്പോൾ എല്ലാവർക്കും അറിയിക്കട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. തന്തയില്ലാത്തവന്മാരെന്ന് പറയുന്നത് താനൊക്കെയാണ് തന്തയില്ലാത്തവന്മാർ. പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരുടെ കഫം തിന്നിട്ട് 10,000 ഇട്ട് കഴിഞ്ഞാൽ 30,000 കിട്ടും. അത് 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ലോൺ എടുത്തിട്ടും പണ്ടം പണയം വെച്ചിട്ടും ആൾക്കാരെ പറ്റിച്ചും ഉണ്ടാക്കിയ നീയൊക്കെയാണ് തന്തയില്ലാത്തരം ചെയ്തിരിക്കുന്നത്. യൂട്യൂബർമാരാണ് ഈ തെണ്ടിത്തരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. യൂട്യൂബർമാർ തന്നെയാണ് ഈ തെണ്ടിത്തരം. നിങ്ങൾ മണി ചേഞ്ച് ചെയ്യുന്നത് ആൾക്കാരെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്തുകൊണ്ട്, സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ട്, പാവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇങ്ങനെ തെണ്ടിത്തരം ചെയ്യുന്നുണ്ട് എന്ന് യൂട്യൂബർമാർ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊക്കെ കൊണ്ട് തന്നെയാണ് കോടതി ഇടപെട്ടതും ബഡ്സ് അതോറിറ്റി ഈ കമ്പനിയെ പൂട്ടിച്ചിരിക്കുന്നതും. കണ്ട് നക്കാപ്പിച്ച നിന്റെ തന്തയാണ് തരുന്നത്. നക്കാപ്പിച്ച 5 പൈസയൊന്നും ആരെടുക്കുന്നതും വാങ്ങാത്തതായിട്ടാണ് ഈ പാവങ്ങളെ പറ്റിക്കുന്നത്. സഹിക്കാതെ ഇനിയെങ്കിലും ആൾക്കാരെ പറ്റിക്കപ്പെടരുത് എന്നുള്ള ഇതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ചീത്ത കേട്ടിട്ടും തെറിയഭിഷേകം കേട്ടിട്ടും ഫോൺ വിളിച്ചും വലിയ തോതിലുള്ള ഭീഷണി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സഹിച്ചിട്ടും ഇതിനെതിരെ നിൽക്കുന്നത്. പല യൂട്യൂബർമാരും ഞാൻ കമന്റ് വിളിക്കാറില്ല. ഞാൻ വിളിച്ച് നല്ല തെറിയാൻ വരാറുള്ളൂ. ഓർമ്മയില്ല. കാരണം നമ്മൾക്ക് നന്നായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് വലിയ ലോൺ എടുത്തിട്ട് നീയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വഴികൾ നോക്കുക. അല്ലാതെ ഇപ്പോഴും മറ്റുള്ളവർക്ക് താങ്ങിക്കൊണ്ട് നടന്നു കഴിഞ്ഞിട്ട് ആ പൈസ പോകുന്നേ പറയാനുള്ളൂ. ഒരു പ്രശാന്ത് കെ എന്ന് പറയുന്ന തെണ്ടിയാണ് ഈ വോയിസ് ഇട്ടിരിക്കുന്നത്. നീയൊക്കെ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഈ പൈസ തന്നിനെന്നുള്ളത് നീ ആലോചിക്കണം. എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കോടിക്കണക്കിന് രൂപ കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ അവരെടുക്കുക 10 രൂപയുടെ സാധനം തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നോ? എന്താണ് അവർക്ക് ഉണ്ടായിരുന്ന ബിസിനസ്? സാധനം ഉണ്ടായിരുന്നോ? എന്തെങ്കിലും സേവനം ഉണ്ടായിരുന്നോ? അവിടെ എവിടെയും ആൾ കയറാത്ത സൂപ്പർ മാർക്കറ്റുകൾ കാണിച്ചുകൊണ്ട് ഇതൊക്കെ ഞമ്മോൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കായിരുന്നില്ലേ? നിങ്ങൾ വാങ്ങാറുണ്ടായിരുന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം? എന്ത് ലീഗൽ സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ആ ലീഗൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കോടതിയിൽ സമർപ്പിക്കട്ടെ. അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കാൻ എന്തുകൊണ്ട് ധൈര്യപ്പെടുന്നില്ല? 1.5 കൊല്ലമായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് പ്രൊജക്റ്റാണുള്ളത്? നിയമവിരുദ്ധമായിട്ട് ജനങ്ങളെടുക്കുന്ന പണം പിരിക്കാനുള്ള എന്ത് രേഖയാണ് നിങ്ങളുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇനി നമ്മൾ ഡിജിറ്റൽ ചെയ്യില്ല എന്ന് പറയുന്നത്? അത് തെറ്റാണെന്ന് ഇവർക്ക് അറിയാം. ജനങ്ങളെടുക്കുന്ന പണം വാങ്ങിയിട്ടില്ല എന്ന് ഒരിക്കൽ പറയും, പണം വാങ്ങിയിട്ടുണ്ടെന്ന് ഒരിക്കൽ പറയും, പണം തിരിച്ചു കൊടുക്കാമെന്ന് ഒരിക്കൽ പറയും. എന്തൊക്കെയാണ് പറയുന്നത് ഇവർ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ട്, നഷ്ടത്തിലോടുന്ന കമ്പനി. പക്ഷേങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടർമാരൊക്കെ 5ഉം 10ഉം 20ഉം കോടി കൈക്കലാക്കിയവരാണ്. എങ്ങനെയാണ് ആൾക്കാരെ പറ്റിച്ചിട്ട് മണി ചേഞ്ച് ചെയ്തിട്ട്, ഉടുപ്പുണ്ടോ മണി ചേഞ്ച് ചെയ്തിട്ട് പറയുന്നില്ല. ഇത് വേറെ ആൾക്കാരും കൂടി കേൾക്കുന്നതാണ്. അതെ, എന്റെ മനെ നീയൊക്കെ മണി ചേഞ്ച് ചെയ്തത്, നീ അങ്ങനെ മണി ചേഞ്ച് ചെയ്യാതെ എനിക്ക് പ്രവർത്തിച്ചുകൂടായിരുന്നോ? അല്ലേ? പിന്നെ UP പോയിട്ട് ഉള്ളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങും ഒക്കെ ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ട് നീക്ക് ബിസിനസ് നടത്തിക്കൂടായിരുന്നോ? ഇങ്ങനെ മണി ചേഞ്ച് ചെയ്യണമായിരുന്നോ? ആൾക്കാരുടെ കോടിക്കണക്കിന് രൂപ കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന രീതിയിൽ വാങ്ങിക്കാണ്. അവൻ്റെയൊക്കെ 10 തലമുറ വാങ്ങിയാലും തീരാത്തത്രയാണ് കൺസൈൻമെന്റ് അഡ്വാൻസ്. എന്നിട്ട് ആഴ്ചക്ക് ഞായറാഴ്ച പൂളിംഗം എന്ന് പറഞ്ഞിട്ട് തള്ളി കൊടുക്കുന്നു മറ്റുള്ളവരുടെ പണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? കമ്പനിയുടെ ഭാഗത്ത് പ്രശ്നമാണെന്നൊരു ചോദ്യമൊന്നും ഉണ്ടായില്ല. ഇത്രയും പെട്ടെന്ന് ഒരു ജപ്തി ചെയ്തു അല്ലെങ്കിൽ സീൽ ചെയ്തിട്ട് മൊത്തത്തിൽ ബ്ലോക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ന്യായമായിട്ടുള്ള കാര്യമല്ല. ഗവൺമെന്റ് ശരിയാണ്, ന്യായമായിട്ടുള്ള കാര്യമാണ്, നിയമപ്രകാരമുള്ള കാര്യമാണത്.
അപ്പോൾ ഇവനോടൊന്നും അധികം വർത്താനം പറയാം, നമുക്ക് വേറെ പണിയുണ്ട്. ബൈ.